ഗായ്സ് മുസ്തഫയാണ് കിയാസ്കോന്ന്. നമ്മൾ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അതുണ്ട് ഇതുണ്ട് ഓഫർ ഉണ്ട് പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഐറ്റംസ് കുറച്ച് കാണിച്ചു തരാം. പല ഐറ്റംസുകളും നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് അത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. എനിവേ വെരി അതിനെ കുറിച്ചിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ഐറ്റംസുകൾ നിങ്ങൾക്ക് എന്തായാലും മെഷീനറികളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരി. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് ഉണ്ടോ എന്നുള്ള ആദ്യം തിട്ടപ്പെടുത്തണം. അപ്പോൾ നമ്മളടുത്ത് കിയാസ്കോയിലുള്ള ഒരു ഐറ്റമാണിത്. കുട്ടിമാരെ എന്താണ് ഇതിന്റെ പേര് പറഞ്ഞ്? UV റോൾ ട്രോളർ. UV റോൾ ട്രോളർ. എന്ത് UV റോൾ ട്രോളർ? UV റോൾ ട്രോളർ. അപ്പോൾ അതായത് ഫ്ലെക്സ് അതുപോലെ പ്രിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മിമാക്കിന്റെ മെഷീനാണ് കേട്ടത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമുക്ക് അടുത്തേൽ വരാം. ഇനി നമുക്ക് അടുത്തൊരു ഐറ്റം കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ കറണ്ടിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് UV ഫ്ലാറ്റ് ബെഡ്. എന്താ പറയുക ഇതിന്റെ പേര് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തെടുത്താ? UV ഫ്ലാറ്റ് ബെഡ്. ഓക്കെ. അപ്പോൾ എന്തായാലും അതിന്റെ പ്രിന്റിങ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളടുത്ത് ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പം കറണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിൻ്റെ. അപ്പോൾ ഗായ്സ് ഇത് എന്താന്ന് ചോദിച്ചാൽ ബ്രാൻഡിങ് ഒന്നും പറയാനില്ല. ബോട്ടൽ, പെന്ന്, അതുപോലെ ഒരുവിധം എല്ലാ ബ്രാൻഡിങ്ങും നമ്മൾ ചെയ്യുന്ന ഒരു മെഷീനാട്ടത്. ഇതിൽ നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ എന്തായാലും കറക്റ്റ് നിങ്ങൾക്ക് ഓരോന്നായിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരും. ഞാൻ മുമ്പ് ചെറുതായിട്ട് പലതും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. എന്തായാലും അടിച്ചു പൊളിച്ച വീഡിയോ. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നത് സപ്ലിമേഷൻ മെഷീൻ. അതായത് സപ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ JC പ്രിന്റിങ്, ടീഷർട്ട് പ്രിന്റിങ്, യൂണിഫോം പ്രിന്റിങ്, ഈ വക കാര്യങ്ങളൊക്കെ ഇതിലാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് സാധാരണ നമ്മളെ സപ്ലിമേഷൻ പ്രിന്റിംഗ് പേപ്പറാണ് ഇപ്പൊ ഇതിലുള്ളത്. ഇതിപ്പോ ഓൾറെഡി നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. അതുപോലെ ആ മെഷീൻ നമ്മുടെ അടുത്ത് 1, 2 അവിടെ ഒന്ന് 3ാമത്തതും ഉണ്ട് കേട്ടോ. എല്ലാ സംഭവവും നമ്മുടെ അടുത്ത് സെറ്റാണ്. അപ്പൊ നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്ന മെഷീൻ ഏതാണെന്നറിയോ? പ്ലോട്ടർ കട്ട്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ചെറിയ സ്റ്റിക്കർ അതുപോലെ ഡിസൈൻ വർക്കിനൊക്കെ വരുന്ന കട്ട് ചെയ്ത് വരുന്നുണ്ട്. സൂചിയുടെ കനത്തിലൊക്കെ വരുന്ന കട്ടിങ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ്. ഈ മെഷീൻ്റെ ഉള്ളിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒന്ന് ഇങ്ങോട്ട് വന്ന് ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ. അപ്പം ഇത്രയും ചെറുതായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ, അതായത് നമ്മൾ കീ ചെയിന് ഇതുപോലത്തെ ഇതിനൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പം അതുപോലെ ഈ ഇരിക്കുന്ന സാധനം എന്താ വെച്ചാലേ നമുക്ക് പലതും ഓർമ്മ വരും. ഇതിങ്ങനെ ഒരു സിമ്പിളായിട്ട് കാണുന്നത്, പക്ഷെ ഇതിനെക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതൊന്നുമല്ല. എൻഗ്രേവിങ്, സ്റ്റീലില് ഒരുവിധം എല്ലാ കാര്യങ്ങളിലും നമുക്ക് പിക്ചർ വരക്കാനും ചെറിയ പീസിൽ പോലും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ഡിസൈനിങ് ഇങ്ങനെ വരച്ചെടുക്കുന്ന ആ ഒരു മെഷീനാണിത്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അടുത്തൊരു കിട്ടിലൻ സാധനം കാണിച്ചു തരാം. സംഗതി ഇത്ര ചെറുതാണെങ്കിലും അതിൻ്റെ പ്രവർത്തനം വളരെ വലുതാണ്. എന്താണെന്നല്ലേ, ഇങ്ങോട്ട് വരി. ഇതാണ് നമ്മൾ ഈ മഗ് സപ്ലിമേഷൻ ചെയ്ത് കൊടുക്കുന്ന മെഷീൻ. അത് നമ്മളുണ്ടല്ലോ നമ്മളെ ഫോട്ടോ ഒക്കെ മഗിലിങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു മെഷീനാണിത്. ഇതിനെക്കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതായത് മാജിക് മഗ് അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പ്രവൃത്തികളൊക്കെ നമ്മളെടുത്തിട്ടുണ്ട്. നമ്മളെ കമ്പനിയിൽ എല്ലാ സംഗതിയുണ്ട്. ഓൺലി ഒരു JC മാത്രമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിന്. അതിൽ നിന്ന് നിങ്ങളൊന്ന് തിരുത്താൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ മൊത്തം ഡീറ്റെയിലുമായിട്ട് ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വരും പുതിയ ഓരോ വീഡിയോ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്ന് കാണിച്ചു കൊടുത്ത മോനെ. ഇതാണ് സംഭവം. അതായത് ഇതിലാണ് നമ്മൾ ഈ മഗ് സപ്ലിമേഷൻ ചെയ്യുന്നത്. ഞാൻ ആദ്യം മഗ് എടുത്തു. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഇതിൻ്റെ വലിയ മെഷീന് നമ്മളെ ഫ്രീ സോൺ ബ്രാഞ്ചിലുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കാണിച്ചു തന്നത് അജ്മാനിലെ നമ്മൾ ചെറിയ ബ്രാഞ്ച് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ മെയിൻ മെഷീനറികളും കാര്യങ്ങളൊക്കെ നമ്മളെ ഫ്രീ സോണിൽ നമ്മളെ ബ്രാഞ്ചിലുണ്ട്. അവിടേക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾ എന്തായാലും അങ്ങോട്ട് കൊണ്ടുപോകും. പക്ഷേ ഇപ്പോൾ നമ്മൾ അടുത്തുള്ള ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം.